ഭാഷ മരിക്കുമോ? ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമാകുന്ന ഭാഷകളിലൊന്നാണ് മാതിക ഭാഷ. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ചക്ലിയ വിഭാഗം ഉപയോഗിച്ചിരുന്ന മാതിക ഭാഷ ഇന്ന് അറിയാവുന്നത് വെറും 2 പേർക്ക് മാത്രം. 2. ಜಾಗೆ ಇವ್ರು ಸಂಜೀತಲ್ಲ ಮುದಿಗಳು ಬಂದು ಕೆರವು ತೋರಿದ್ರು ಚೂರ್ನ ಹೊಡಿಯೋದು ದೊಡ್ಡ ಮಾವನಿಗೆ ಬಂದರೆ ಚೂರ್ನ ಹೊಡಿಯೋದು ಹಿಂಗೆ ಎತ್ತದ ಸಾಕದೇರಿ ಸಾಕು ಮಾಡಿದಪ್ಪ ಇವ್ರು ನಾವು ಚಾಯಲ್ ಮಾಡ್ತೀವಿ ಶೆಡ್ಡೆಲ್ಲ ಕಟ್ತೀರಿ രതീശാണ് കുഞ്ഞിനാണ്ട് മനോജുണ്ടായി അന്നതിനോട് ഭാഗ പോയിന്ന് തിരുപ്പതി 30 ഭാഗ പോയിന്ന്. ഇതാണ് തുളുവും തെലുങ്കും തമിഴും മലയാളവും കലർന്ന മാതിക ഭാഷ. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ ചക്ലി വിഭാഗം മാത്രം ഉപയോഗിച്ചിരുന്നത്. ഈ ഭാഷയുടെ അവസാനത്തെ അവകാശികളാണ് കണ്ണൂർ കൂക്കാനത്തെ നാരായണനും സഹോദരി രാജാറാണിയും. സവർണർ തീണ്ടാപ്പാടകലെ മാറ്റി നിർത്തിയതാണ് ഇവരുടെ ഭൂതകാലം. താമസിച്ചിരുന്ന കൂര പോലും ദൃഷ്ടിയിൽ പതിയരുത്. അതുകൊണ്ടാവണം ആ ശേഷിപ്പുകൾ പേറാൻ പുതിയ തലമുറ തയ്യാറാകാത്തത്. KP മാലിംഗൻ്റെ മകനായ KP നാരായണൻ്റെ മക്കളോ അല്ലെങ്കിൽ പുതിയ തലമുറയിൽപ്പെട്ടവരോ അത് ഇഷ്ടപ്പെടുന്നില്ല. അതിൽ പല ഘടകങ്ങളുണ്ട്. ഈ മുഖ്യ ഭാഷയായ മലയാള ഭാഷേൻ്റെ സമ്മർദ്ദം, അതുപോലെ തന്നെ മറ്റ് ഇംഗ്ലീഷ് ഭാഷകളുടെ സമ്മർദ്ദം, പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികൾ അവർ സ്കൂളുകളിലും അതുപോലെ തന്നെ പൊതുസമൂഹത്തിലും സംസാരിക്കുന്നത് മലയാളം ഭാഷയാണ്. ഇവരുടെ ഈ ഭാഷ ഇവർ ഒരു അയിത്ത ജാതിയിൽപ്പെട്ട പിന്നോക്ക ജാതിയിൽപ്പെട്ട ആളുകളാണ്. അവരെ ഭാഷാപരമായ ഒരു കോംപ്ലക്സും ഇതിൻ്റെ കൂടെ ചേർന്നിട്ടുണ്ടാവാം. തെക്കേ അമേരിക്കൻ രാജ്യമായ ചിലിയിൽ യാഗൻ ഗോത്രഭാഷ ഇല്ലാതായത് ക്രിസ്റ്റീന കാൽഡറോൺ എന്ന മുത്തശ്ശിയുടെ മരണത്തിലൂടെയാണ്. ചിലിയും കൂക്കാനവും ലോകത്ത് 2 ധ്രുവങ്ങളിലാണെങ്കിലും വിസ്മൃതിയിലാണ്ടുപോകുന്ന ഭാഷകൾക്ക് ചേർത്തു നിർത്തേണ്ട സാമ്യതയുണ്ട്. അഭിലാഷ് പള്ളിക്കരക്കൊപ്പം അരുൺ പൂപ്പറമ്പ, 24 കാസർഗോഡ്. ഈ 2 പേരെ സംരക്ഷിച്ച് നിർത്തിയാലേ ഈ ഭാഷ സംരക്ഷിക്കാൻ കഴിയൂ എന്നുള്ളത് യാഥാർത്ഥ്യം.